ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്നാൽ നമുക്ക് നാളത്തെ സ്റ്റോറിയിലേക്ക് പോയാലോ. അങ്ങനെ അലീന ബാലചന്ദ്രനുള്ള മസാല ദോശയൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് വൈജയന്തി അത് തടഞ്ഞിട്ട് ബബിതയെ കൊണ്ടുപോയി കൊടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബബിത കൊണ്ടുപോയി കൊടുത്ത് പോന്നു. അതിനുശേഷം വീണ്ടും ബാലചന്ദ്രൻ ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. ആ സമയത്ത് അലീന പോകാൻ നിൽക്കുമ്പോൾ അലീനയെ തടഞ്ഞുകൊണ്ട് ബബിതയോട് തന്നെ പോകാനായിട്ട് പറയണം. അങ്ങനെ ബബിത ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, ഇത് തണുത്തുപോയി, എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ടാക്കി തരണം എന്ന് പറയാണ്. അങ്ങനെ അതെടുത്തുകൊണ്ട് ബബിത താഴേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീനയെ വിളിച്ചിട്ട് വൈജ് പറയുന്നുണ്ട്, വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കുക, ഇന്ന് എത്ര മസാല ദോശ ഉണ്ടാക്കുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാം, പക്ഷെ അത് മുകളിലെത്തുമ്പോഴേക്ക് തണുത്ത് പോയാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് നീ മസാല ദോശ ഉണ്ടാക്കി മടുക്കും, ഞാൻ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കും എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അലീന ഇനി നീ ഒരു മസാല ദോശ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, എനിക്ക് വേണ്ടി കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. എന്നിട്ട് പറയുന്നുണ്ട്, അവിടെ വർക്ക് ഏരിയയിലെ ഒരു വടി ഇരിപ്പുണ്ട്, ഒരു ചൂരലിരിപ്പുണ്ട്, വല്ല പല്ലിയും അതുപോലെ പെരിച്ചാഴിയൊക്കെ അകത്തേക്ക് വരുമ്പോൾ അതിനെ തല്ലിക്കൊല്ലാനായിട്ട് എടുത്ത് വെച്ചൊരു ചൂരലാണ്, അതൊന്ന് എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ സാർ എന്ന് പറയുമ്പോൾ, നീ അത് എടുത്തുകൊണ്ട് വാ, അന്നേരം ഞാൻ പറയാം എന്ന് പറയണം. അങ്ങനെ അലീന പോയിട്ട് ഒരു വലിയൊരു ചൂരലാട്ടോ, 5 അടി നീളമുള്ളൊരു ചൂരലാണ്, കുറച്ച് കട്ടിയൊക്കെ ഉള്ളൊരു ചൂരലാണ്, അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങ് കൊണ്ടുപോവാ, എൻ്റെ അടുത്തേക്ക് താ, അത് എൻ്റെ കയ്യിൽ താ എന്ന് പറയുമ്പോൾ അലീന കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ആ ചൂരൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അങ്ങനെ ആട്ടി കളിക്കുക കേട്ടോ. എന്നിട്ട് ആ സമയത്താണെങ്കിൽ വായിച്ച എന്താണ് ഇപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോണത്, ഞാൻ കാണട്ടെ എന്നുള്ള മട്ടിൽ, പക്ഷേ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ ബാലചന്ദ്രൻ, ഇപ്പോൾ കുറച്ച് ഭയമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും തന്നെ ഇപ്പോൾ തല്ലാനൊന്നും പോകുന്നില്ല എന്ന് വൈജയ്ക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്താണ് ബാലചന്ദ്രൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്ന് അറിയാഞ്ഞിട്ടുള്ള ഒരു വിമ്മിഷ്ടം. അങ്ങനെ വൈജി ആണെങ്കിൽ അവിടെ മതിലേലും ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബബിതയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബബിതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ബബിതേ, ഞാൻ നിന്നോട് മുകളിലോട്ട് കയറി വരാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ നിന്നോട് നേരത്തെ എന്താണ് പറഞ്ഞത്, നേരത്തെ നീ വന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നോ, നിന്റെ ജോലി പഠിക്കുക എന്നുള്ളതാണ്, അത് മാത്രം ചെയ്താൽ മതി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അലീന ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ ആ അച്ഛൻ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? അലീന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അലീന എന്ന് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയാട്ടോ. ആ പറഞ്ഞായിരുന്നു. പിന്നെ എന്ത് വിളിക്കണം എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി എന്ന് വിളിക്കണം. കേട്ടില്ല, ഒന്ന് ഉറക്കെ പറ, അലീന ചേച്ചി എന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയണം. അത് കേട്ടപ്പോൾ വൈജി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അലീനയും ഇങ്ങനെ ആകെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ബബിതയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അലീനയ്ക്കും പുതിയ അറിവാണല്ലോ. അപ്പോൾ അലീനയും ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിന്നോട് മസാല ദോശ കൊണ്ടുവരാൻ ആരാണ് ആവശ്യപ്പെട്ടത്? അത് അമ്മ എന്ന് പറയാട്ടോ. ഞാൻ അലീനയാണ് വിളിക്കുന്നതെന്നും അലീനയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും നിനക്കറിയാലോ എന്ന് ചോദിക്കുമ്പോൾ, ആ അറിയാച്ചാ എന്ന് പറയണം. അപ്പോൾ ഇനി മുതൽ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ റൂമിലേക്ക് മറ്റാരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ ഈ ചൂരലായിരിക്കും പിന്നെ നിന്നോട് സംസാരിക്കുന്നത് എന്ന് പറയണം. അതെന്താ അച്ഛാ അങ്ങനെ ഞങ്ങൾ ആരും വരാതെ അലീന മാത്രം വന്നാൽ, അലീനയോ അല്ല അലീന ചേച്ചി മാത്രം വന്നാൽ മതി എന്ന് അച്ഛൻ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതിനൊക്കെ കാരണമുണ്ട് എന്ന് നീ കൂട്ടിക്കോ. എന്താണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ഇപ്പം അലീനയാണല്ലോ ഇവിടുത്തെ പാചകം ചെയ്യുന്നതും അതുപോലെ വീട് ക്ലീൻ ചെയ്യുന്നതും അമ്മയെ നോക്കുന്നതും എന്നെ നോക്കുന്നതൊക്കെ അലീനയാണല്ലോ. അത് അലീനയുടെ ജോലിയാണ് അവൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ജോലിയിൽ ആരും കൈകടത്താനായിട്ട് നിൽക്കണ്ട. ഭാര്യയാണ് മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലിയിൽ കൈകടത്താൻ നിൽക്കണ്ട. നിങ്ങൾക്കുള്ള ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളാണ്, പഠിക്കുക എന്നുള്ളതാണ്. ആ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് ഭംഗിയായി ചെയ്തില്ല എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടുകയും ചെയ്യും എന്ന് പറയട്ടോ. എന്നിട്ട് വളരെ രൂക്ഷമായിട്ട് വൈജി ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജി ആണെങ്കിൽ ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കണം. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ആവർത്തിക്കുകയാണ്, എൻ്റെ കാര്യങ്ങൾ അലീനയല്ലാതെ മറ്റാരും നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ വൈജി ആ സമയത്ത് സഹിക്കാൻ വയ്യാതെ വന്നിട്ട് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതെന്താണ് ബബിത വന്നാൽ കുഴപ്പം, ബബിത കൊണ്ടുവന്ന് തന്നാൽ എന്തായിരുന്നു കുഴപ്പം? ആ മസാല ദോശയ്ക്ക് ചൂടാറിയിട്ടൊന്നുമല്ല, എനിക്കറിയാം, അത് വാശി തീർത്തതല്ലേ അവൾ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ, അതെ, അലീന തന്നെ കൊണ്ടുവന്നാൽ മതി, അല്ലാതെ മറ്റാരും എനിക്ക് ഒന്നും കൊണ്ടുവന്ന് തരണ്ട, ഞാൻ അതെടുത്ത് എറിയത്തേ ഉള്ളൂ. ബബിത എൻ്റെ മകളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, മറ്റാരെങ്കിലും ആയിരുന്നു അത് കൊണ്ടുവന്നത് എങ്കിൽ അത് ഞാൻ എടുത്ത് എറിഞ്ഞേനെ എന്ന് പറയട്ടോ. അത് വൈജിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് വൈജിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്നാൽ എടുത്ത് എറിയുമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ സംശയം? ഒരു സംശയമില്ല അക്കാര്യത്തിൽ, നീ എങ്ങാനും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ അതെടുത്ത് എറിഞ്ഞേനെ എന്ന് പറയണം.
എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീന എനിക്ക് മസാല ദോശ വേണം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ മുകളിലേക്ക് കൊണ്ടുവരണം. ഇനി വേറെ ആരെങ്കിലും അത് വാങ്ങിക്കാൻ നിന്നാൽ നീ അത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞാൽ നിനക്കായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുക. അതുകൊണ്ട് നീ തന്നെ മസാല ദോശ ഉണ്ടാക്കി നീ തന്നെ മുകളിലേക്ക് അത് കൊണ്ടുവന്ന് തരണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. എൻ്റെ വാക്ക് ധിക്കരിച്ച് ആരും ഇവിടെ നിൽക്കാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബാലചന്ദ്രൻ ആ ചൂരലുമായിട്ട് മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോയ സമയത്ത് ആകെ വിഷമിച്ചും ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുകയാണ് വൈജയും ബബിതയും അലീനയായിട്ട്. അപ്പോൾ അലീനയെ നോക്കുമ്പോൾ അലീനയുടെ മുഖത്തിലൊരു ചിരി വരുന്നുണ്ട് കേട്ടോ മുഖത്ത്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ അധികം ചിരിക്കണ്ട, ഇതൊക്കെ അവസാനിപ്പിക്കാൻ എനിക്കറിയാം. ശിവേട്ടൻ എന്താണെങ്കിലും ഇന്ന് ശിവേട്ടൻ വരുന്നുണ്ട്, ഞാൻ ശിവേട്ടനൊന്ന് വിളിക്കുന്നുണ്ട്, എന്താ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനമാക്കിക്കും എന്നൊക്കെ പറഞ്ഞ് വൈജ ഇങ്ങനെ അവിടെ കിടന്ന് ചാടിത്തുള്ളുന്നുണ്ട്. അങ്ങനെ ചാടിത്തുള്ളി റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് ബബിതയാണെങ്കിൽ അലീനയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ബബിതയും മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറി പോവാണ്. പിന്നീട് അതിനുശേഷം അലീന മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ട് ബാലചന്ദ്രനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ സമയത്ത് അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ പേടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഞാൻ പേടിച്ചു പോയി സാർ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത്, ശരിക്കും സാർ ഈ വടി കൊണ്ട് തല്ലുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് തല്ല് പേടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നെ ഇതുവരെ ആരും അങ്ങനെ തല്ലിയിട്ടൊന്നുമില്ല, ഇവിടെ വന്നിട്ട് കിട്ടിയ 1-2 തല്ല്, രോഹിത് എന്നെ തല്ലിയിട്ടുണ്ട്, അതുപോലെ മാഡം എന്നെ തല്ലിയിട്ടുണ്ട്, അങ്ങനെയല്ലാണ്ട് മറ്റാരും എന്നെ തല്ലിയിട്ടൊന്നുമില്ല. എൻ്റെ ബ്രിജിത്താമ്മ ഒന്നും എന്നെ തല്ലി നോവിക്കുകയോ ഒരു നുള്ളി നോവിക്കുക പോലും ചെയ്തിട്ടില്ല, എന്നെ രേവതിക്കുട്ടീനെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ജസ്റ്റ് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇനി വൈജ ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ല് കിട്ടും എന്നുള്ളൊരു പേടി ബബിതയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത്. അല്ലാതെ ഞാനും എൻ്റെ മക്കളെ അങ്ങനെ അനാവശ്യമായിട്ട് തല്ലേ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെയും വഴക്ക് പറയലും തല്ലലൊക്കെ വൈജ തന്നെയാണ്, അവരുടെ അമ്മ തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് തല്ലിയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ മക്കൾക്ക് എന്ന് അലീന പറയാട്ടോ. അതെന്താ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പം ആ മക്കളും നേരായ മാർഗത്തിലൂടെയൊന്നുമല്ല പോകുന്നത്. രോഹിതിൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ, പിന്നെ ബബിതയിലും എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ബബിത എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നൊക്കെ ഉണ്ട് എന്ന് അലീന അങ്ങനെ ഒരു സൂചന കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സംശയം നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അന്നൊരു ദിവസം ബബിതയുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അമൽ എന്ന് പറഞ്ഞിട്ട് അവളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അലീന പറയാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, അവരുടെ അമ്മയ്ക്ക് എന്താണെങ്കിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നിനും നേരമില്ല, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നീ എന്താണെങ്കിലും അവരെ ഒന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് വീട്ടിലിരുന്നിട്ടുള്ള കാര്യങ്ങളല്ലേ അറിയത്തുള്ളൂ, പുറത്ത് അവരെവിടെ പോകുന്നു എന്നൊന്നും എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പം, എന്നാലും വീട്ടിലിരുന്നാലും നിനക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ടത് ഒരു ചേച്ചി എന്ന നിലയിൽ നിന്റെ കടമയല്ലേ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് കേട്ടപ്പോൾ അലീന ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്താ സാർ എന്താ പറഞ്ഞത്? അല്ല, നീ അവരെ അനിയത്തിമാരായിട്ടല്ലേ കാണുന്നത്, നിന്റെ അനിയത്തിമാരും സ്വന്തം സഹോദരനുമായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ നിനക്ക് അധികാരമുണ്ട്, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള ബാലചന്ദ്രൻ്റെ ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പിന്നീട് രാത്രിയിൽ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവിടെ വലിയൊരു വഴക്കുണ്ടാവുന്നുണ്ട്. അലീന ഇതേപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബാലചന്ദ്രനെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് വീണ്ടും വൈജ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുകയാണ് വൈജ. ബാലചന്ദ്രൻ മാത്രം ഭക്ഷണം കൊടുക്കുന്നത് അമ്മയ്ക്കും മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, വൈജയ്ക്കുള്ള ഭക്ഷണം അലീന ഉണ്ടാക്കുന്നില്ലല്ലോ, ഉണ്ടാക്കിയാലും കഴിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അലീന കിച്ചണിൽ കയറുന്ന സമയത്ത് തന്നെ വൈജ ചെന്നിട്ട് വൈജയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ കുറച്ച് ചെറുതായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും അലീനയോട് ഉടക്കിന് ചെല്ലുന്നുണ്ട്. അലീനയോട് പറയുന്നുണ്ട്, നിൻ്റെ ഇവിടുത്തെ താമസം അവസാനിപ്പിക്കാൻ എനിക്കറിയാം, ഇനി രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീനെ വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വൈജ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ബാങ്കിലേക്കൊക്കെ പോകാനായിട്ട് റെഡി ആവണം. ആ സമയത്ത് വൈജയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. ശിവേട്ടനാണ് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ശിവേട്ടൻ വിളിക്കുമ്പോൾ ശിവേട്ടൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം. അപ്പോൾ ശിവേട്ടൻ ഇന്നലെ വരും എന്നുള്ളത് അറിയായിരുന്നു. അങ്ങനെ ശിവേട്ടൻ എപ്പോഴാണ് വന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ശിവേട്ടനോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഒരു കാര്യം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ അതിൽ നിന്ന് പിന്നോട്ടുള്ളൂ. എൻ്റെ കുടുംബം മറ്റൊരാൾ കൈയടക്കി വെച്ചിട്ട് അവർ ഭരിക്കുന്നതിൻ്റെ കൂടെ നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, കെങ്ങേട്ടം വന്നിട്ട് എന്നെ തല്ലിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് ശിവേട്ടനോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കിവിടെ തീരെ വിലയില്ല, എൻ്റെ വാക്കിന് വിലയില്ല, എന്നെ ഇവിടെ ആർക്കും വേണ്ട, അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ശിവേട്ടൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരുപാട് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ, നമുക്ക് സംസാരിക്കാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ബാലചന്ദ്രനോട് ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, ഇനി ആര് വന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ബാലചന്ദ്രനെ തീരെ വക വെക്കുന്നില്ല, ഇവിടെ ഞാനൊരാൾ ജീവിച്ചിരിപ്പുണ്ട്, ഞാനൊരാൾ ഈ വീട്ടിലുണ്ട് എന്നുള്ള ഒരു ചിന്ത പോലും ബാലചന്ദ്രനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് അങ്ങനെ ഫോൺ വെക്കണം. എന്നിട്ട് പിന്നെ വൈജ ചെയ്യുന്നത് തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ ഇങ്ങനെ ട്രോളി ബാഗിൽ ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഭവിത ചെല്ലുന്നുണ്ട്. അമ്മ എന്തേ കാണിക്കുന്നത്, അമ്മ എന്താ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് തീരെ വിലയില്ലാത്തയിടത്ത് ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ് വൈജ. അമ്മ ഇവിടുന്ന് പോവല്ലേ, അമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താകും, ഇവിടെ ആകെ പ്രശ്നമാവില്ല, അമ്മ ഇല്ലാണ്ട് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും, അമ്മ ഇല്ലാതായാലും എന്തൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലായത്, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തില്ലേ ഉള്ളൂ, അമ്മ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ആക്കാൻ പറ്റും എന്നൊക്കെ ഭവിത ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ വൈജ എന്തായാലും വീട് വിട്ട് പോകുന്ന ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ അലീനയും ആക്കൊന്ന് പേടിച്ച് പോകുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നോർത്തിട്ട്. അപ്പോൾ വൈജ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. അപ്പം ഭവിതയാണെങ്കിൽ ഇങ്ങനെ പുറകെ നടന്ന് അമ്മ പോവല്ല, അമ്മ പോവരുത് എന്നൊക്കെ പറയുമ്പം ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്കൊരു വീടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വൈജ ബാഗൊക്കെ എടുത്തിട്ട് കാറിലേക്ക് വെച്ചിട്ട് പോകാനായിട്ട് നിൽക്കണം. അങ്ങനെ വൈജ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അലീനയെ കാണുകയാണ്. അലീനയെ കാണുമ്പോൾ അലീനയോട് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ ജീവിക്ക്, നീ നിൻ്റെ സാറുമായിട്ട് ഇവിടെ ജീവിക്ക്, ഞാൻ ഇറങ്ങി പോവുകയാണ്, ഇനി ഇങ്ങോട്ടേക്ക് ഞാൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവണം, അല്ലാതെ ഞാൻ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുക കേട്ടോ. അങ്ങനെ വൈജ കാറും എടുത്തുകൊണ്ട് പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആകെ പകച്ച് നിൽക്കുകയാണ് ഭവിത. അങ്ങനെ ഭവിത അകത്തേക്ക് കയറി വരുന്ന സമയത്ത് അലീന അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അലീനയോട് ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്, നീ കാരണമാണ് ഞങ്ങളുടെ അമ്മ വീട് വിട്ടു പോയത്, നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് ഇവിടെ നിന്ന് പോകാനായിട്ട്, നീ അത് കേട്ടില്ല, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ ഒരാളാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനല്ല, നിൻ്റെ അമ്മ തന്നെയാണ്, നിൻ്റെ അമ്മയോട് ചോദിക്കുക, നിൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കും നിൻ്റെ അമ്മയ്ക്ക് ഈ അച്ഛന് ഇങ്ങനെ ദേഷ്യം തോന്നാനൊക്കെ കാരണം, അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ പഴി ചാരാൻ എന്ന് പറഞ്ഞിട്ട് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഭവിതയാണെങ്കിൽ ആകെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മാഡം ഇവിടെ നിന്ന് പോയി എന്ന് പറയണം. പോയെന്നോ, എങ്ങോട്ട് പോയി, അതൊന്നും അറിയത്തില്ല, കൊല്ലപ്പള്ളിയിലേക്കാണെന്ന് തോന്നുന്നു, എനിക്കൊരു വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്, ഇനി മാഡം ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല, ഞാനിവിടെ നിന്ന് പോവാതെ മാഡം ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല, ഈ പ്രശ്നമൊന്നും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല മുത്തശ്ശി, ഇത് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് എന്നൊക്കെ അലീന പറയുമ്പം മുത്തശ്ശി ആകെ പേടിച്ച് പോകണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ എന്താണ് ഇതിനൊരു പോവടി, എനിക്കറിയില്ല മുത്തശ്ശി, സാറാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് വിടുന്നില്ല, ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ആവുമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ റെഡിയാണ് എന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ബാലനോട് സംസാരിക്കാം, നീ സമയം കിട്ടുമ്പോൾ ബാലനോടൊന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവനോട് പറയാനും ചോദിക്കാനൊക്കെ ഉണ്ട്, ഞാനൊന്ന് സംസാരിക്കാം അവനോട് എന്ന് പറയണം. ഞാൻ പറയാം മുത്തശ്ശി, പക്ഷേ കാര്യം ഉണ്ടാവും തോന്നില്ലേ, സാറ് അമ്പിനും വില്ലിനും അടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് നിൽക്കുമ്പോൾ ആകെ പെട്ടുപോകുന്നത് ആ മക്കളാണ്, ഇവർക്കിടയിൽ കിടന്ന് പെട്ടുപോകുന്നത് മക്കളാണ്. ഇന്ന് ബബിതയുടെ സങ്കടവും വിഷമമൊക്കെ ഞാൻ കണ്ടു, പക്ഷേ എനിക്ക് ശരിക്കും പാവം തോന്നി ബബിതയോട്, ബബിത എന്നോട് കുറേ ദേഷ്യപ്പെട്ടു, പക്ഷേ എനിക്കതൊന്നും വിഷയമല്ല, എനിക്ക് ശരിക്കും പാവം തോന്നുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കണം. പിന്നീട് കാണിക്കുന്നത് ബബിത ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്ന കേട്ടോ. ബാലചന്ദ്രനോട് ചെന്ന് പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട് ശരിക്കും ഒരു നരകമായിക്കൊണ്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ പറ്റിയതാണ് നിങ്ങൾ ചിന്തിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഇങ്ങനെ സംസാരിക്കുകയാണ്. അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ഛൻ ഇങ്ങനെ വാശി കാണിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ തെറ്റ് ചെയ്തതെന്ന് അച്ഛൻ പറ, എന്നാലല്ലേ എനിക്കത് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ ഇവിടെ നിന്ന് പോയി ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ അതൊന്നും വലിയ വിഷയമല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ എന്താ അമ്മ വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ടൊരു ഇതുമില്ലാത്തത്, അലീന കാരണമല്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്, ആ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങളും സോൾവ് ആവാൻ പോകുന്നില്ല മോളെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അലീനെ അല്ല, അലീന ചിന്നിട്ട് ചേച്ചിയാണ്, ചേച്ചി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വീട്ടുവേലക്കാരികളൊക്കെ ചേച്ചി എന്ന് ആരെങ്കിലും വിളിക്കോ അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അവൾ വീട്ടുവേലക്കാരിയല്ല, നിൻ്റെ ചേച്ചിയാണ്, ഞാൻ അവളെ എൻ്റെ മകളായിട്ടാണ് കാണുന്നത്, അപ്പോൾ അവളെ നീ നിൻ്റെ ചേച്ചിയായിട്ട് കാണണം എന്ന് പറയണം, എന്താണെങ്കിലും എല്ലാ കാരണങ്ങളും
എല്ലാത്തിനും കാരണം അവളല്ല. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം തകർന്നു പോകാവുന്ന കാരണങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പുറകിൽ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഭവിതയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അച്ഛന് വ്യക്തമാക്കി പറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞാൽ ശരിയാവത്തില്ല. എന്താണെങ്കിലും അലീന നിൻ്റെ സ്വന്തം സഹോദരിയായിട്ട് നീ കാണണം, അവളെ നീ ചേച്ചിയായിട്ട് കാണണം, ചേച്ചിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ അവൾക്ക് നീ കൊടുക്കണം എന്ന് പറയാണ് ബാലചന്ദ്രൻ ഭവിതയോട്. ഭവിതയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കണം. എന്നിട്ട് പറയുന്നുണ്ട് അമ്മ പോയതുപോലെ അമ്മ തിരിച്ചു വന്നോളും, അതോർത്ത് മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭവിത അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ ഭവിത അവിടെ നിന്ന് പോവാണ്. പിന്നീട് ബാലചന്ദ്രനാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരാം, അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ചില സീനുകളോ അല്ലെങ്കിൽ ഡയലോഗുകളോ ഒക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ക്ഷമിക്കുക. പ്രൊമോ കണ്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി ലൈനും അതുപോലെ നമ്മൾ നോവൽ വായിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയൊക്കെ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.